ഇപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയൊക്കെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഏതൊക്കെ ജോബിനെ ഓവർടേക്ക് ചെയ്യും എന്നുള്ള കാര്യം. അതിനിപ്പോൾ ഉത്തരം പറയും ഏറ്റവും ബെസ്റ്റ് ആളും ഈ AI തന്നെയാണ്. അതിപ്പോൾ ഞാൻ പ്രിഫർ ചെയ്ത് ChatGPT ആണ്. ChatGPTനോട് ഈ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കാം, എന്തുത്തരം പറയും എന്നുള്ളത് നോക്കാം. ആയിട്ട് കാണിച്ചത് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കിനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ എടുക്കാം. ഇപ്പോൾ അസംബ്ലി ലൈൻ വർക്ക് കൃത്യമായിട്ട് അസംബ്ലി ചെയ്തു വെക്കാൻ ഇന്നിപ്പോൾ റോബോട്ടിക്സ് മതി. ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനോ ഈ കമ്പ്യൂട്ടർ വിഷനും മതി. ഇതിന് ഉദാഹരണമായിട്ട് പറയണ ടെസ്ലേൻ്റെ ഓട്ടോമേറ്റഡ് ഫാക്ടറി, ആമസോണിൻ്റെ റോബോട്ട് വെയർഹൗസും. മൂന്നാമത്തത് കസ്റ്റമർ സർവീസ് ആൻഡ് കോൾ സെൻറ്റർ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ്, ആമസോണോ മിന്ത്രയോ ഫ്ലിപ്കാർട്ടോ അങ്ങനെ കൊമേഴ്സ് കമ്പനി തന്നെ എടുക്കാം. അവരൊരു കസ്റ്റമർ സപ്പോർട്ട് ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ബോട്ടാണ് ആദ്യം വരിക. നോടാണ് നമ്മൾ ഡൗട്ട് ചോദിക്കണത്, പിന്നെയാണ് അതൊരു ഹ്യൂമണിലേക്ക് കണക്ട് ചെയ്യണത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ AI കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അവിടെ ഒരു വ്യക്തിൻ്റെ ആവശ്യം കുറഞ്ഞു. ഇനി അടുത്തൊരു സെക്ടർ മീഡിയ ആൻഡ് കണ്ടൻറ് ക്രിയേഷൻ. ഇപ്പോൾ എൻട്രി ലെവലായിട്ടുള്ളൊരു റൈറ്ററിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ മുമ്പെന്ന് പറഞ്ഞാൽ ഒന്ന് റിസർച്ച് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കും. ഇപ്പോൾ AIനോട് ചോദിച്ചാൽ മതി, ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അവർ ഫുൾ ഹിസ്റ്ററി അങ്ങ് തരും, ഒരു സംഭവത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി തരും. സോ അതുകൊണ്ട് തന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു ബേസിക് ലെവൽ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ആവശ്യം അവിടെ വരില്ല. പിന്നെ എഡിറ്റിങ് ഇപ്പോൾ AI വെച്ച് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാം. ഇപ്പോൾ CapCut പോലെ ഒരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്, ട്രാൻസിക്ഷനും എഫക്റ്റുകളും എല്ലാം അതിൽ വളരെ സിമ്പിളായിട്ട് സാധനം കിട്ടും. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് തരാൻ വേറെയും വെബ്സൈറ്റുകളും സോഫ്റ്റ്വെയറുകളും ഉണ്ട് താനും. അടുത്തൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ആൻഡ് ഫുഡ് സിസ്റ്റം. ക്യാഷ്യർ, ഓർഡർ ടേക്കർ അതിൻ്റെ ആവശ്യം വരില്ല അത്ര. ഇപ്പോൾ KFC പോലെയൊക്കെ ഒരു സ്ഥാപനം എടുക്കുക. ആ KFCയിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീന് കാണാം, ആവശ്യമുള്ള നമുക്ക് തന്നെ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റും ചെയ്യാം. പിന്നെ നമ്മുടെ നമ്പർ വരുമ്പോൾ നമ്മളത് പിക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, പോകുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷനിലൊരു ബോക്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് നമുക്ക് എവിടെ പോകണമെന്ന് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം. സോ അവിടെ എല്ലാം ഒരു വലിയ തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ ആൾക്കാരെ ജോബ് കുറയും. ഇങ്ങനെ ഓരോ ഫീൽഡിലും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 5 ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ജേർണലിസം, അതേമാതിരി മെഡിക്കൽ ഫീൽഡ്, അത് കഴിഞ്ഞ് എൻജിനീയറിങ് ഫീൽഡ്, അങ്ങനെ ഒരു ഡസൺ കണക്കിന് ഫീൽഡുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഈ ബഹുഭൂരിപക്ഷം വരുന്ന യൂട്യൂബേഴ്സ് എന്ത് ചെയ്യും, ഒന്ന് പേടിപ്പിക്കും, ഒന്ന് പുകയ്ക്കും, ഇപ്പോൾ വരും, എല്ലാ ജോബും അങ്ങ് പോകുന്നൊക്കെ. ഏത് ടെക്നോളജി ആദ്യം വരുമ്പോഴും അതിൻ്റേതായ ഒരു പ്രശ്നം വരും. അപ്പോൾ ആദ്യം ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ ബൾബും വൈദ്യുതിയൊക്കെ എല്ലായിടത്തും വരുമ്പോൾ പെട്രോമാക്സും മെഴുകുതിരിൻ്റെയും കച്ചവടം കുറയില്ലേ, കമ്പ്യൂട്ടർ വന്ന ടൈമിൽ ടൈപ്പ് റൈറ്ററിൻ്റെ ആവശ്യം കുറഞ്ഞില്ലേ, ഇതേമാതിരിയൊക്കെ ചേഞ്ച് വരും. കുറേ കാലം മുമ്പൊരു ന്യൂസ് സ്റ്റോറി കണ്ടു. ഈ ന്യൂസ് സ്റ്റോറിയിൽ പറയണത് നമ്മുടെ ഉറിയില്ലേ, പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഈ അടുക്കളയിൽ കാണാൻ പറ്റും, ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പഴയ വീടുകളിലൊക്കെ. അപ്പോൾ അതില്ല, ഇതിൽ ഈ പാത്രങ്ങളൊക്കെ വെക്കും. ഇപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഉറിയിൽ ഇങ്ങനെ വെക്കും. അതാകുമ്പോൾ ഉറുമ്പുകളും അതേമാതിരി പൂച്ചയൊന്നും വന്ന് തട്ടിയിടില്ല. അതിന് പകരം ഇപ്പോൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അവിടെ എത്രയോ പേര് ജോലി പോയി. ആ ഒരു ഉറി ഉണ്ടാക്കുന്ന ആൾക്കാർ, അത് വിൽക്കുന്ന ആൾക്കാരൊക്കെ ജോലി പോയി. നേരെ മറിച്ച് ഫ്രിഡ്ജ് വന്നപ്പോൾ എന്തുണ്ടായി, അത് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളുണ്ടായി. അവിടെ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജോലിയായി. അത് കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണവർ, അത് സെയിൽ ചെയ്യണവർ, എന്തിനും നമ്മുടെ വീട്ടിലെത്തിക്കുന്ന വണ്ടിക്കാർ, അത് കഴിഞ്ഞ് വണ്ടി ഇറക്കി വെക്കുന്ന ആൾക്കാർ, അങ്ങനെ എത്ര പേർക്ക് ജോബ് കിട്ടി. അത്രയും തൊഴിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു ടെക്നോളജി വരുമ്പോൾ കുറച്ച് പേർക്കൊരു ബുദ്ധിമുട്ട് വരും, കുറച്ച് പേർക്ക് അതിൻ്റെ ഗുണവും കിട്ടും. അപ്പോൾ അത് സ്വാഭാവിക സംഗതിയാണ്. നമ്മുടെ ഇപ്പോൾ ഇന്ന് ചെയ്യുന്നൊരു ജോലി നാളെ ഉണ്ടാവുമോ എന്നൊന്നും ഒരുറപ്പില്ല. ഒന്നും വേണ്ട, ഇന്നുള്ള ആൾ നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. പിന്നെയല്ലേ ജോലീൻ്റെ കാര്യം.
അപ്പോൾ ഇതൊരു നമുക്ക് ടെക്നോളജിക്ക് അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി എൻ്റെ ഒരു ഡൗട്ട് ഇതിൽ പറയാം. ഇത്രയും കമ്പ്യൂട്ടർ വിഷൻ വന്നു, AI വന്നു, ടെക്നോളജി ഇത്രയും വന്നു, ക്യാമറ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു. സ്റ്റിൽ ക്രിക്കറ്റിൽ ഒരു അമ്പയർ ഉണ്ടാവും. ഇതിപ്പോൾ 6 അടിച്ചാലും ഇയാൾ സിഗ്നൽ കാണിക്കും. ഔട്ടാവുമ്പോൾ അയാൾക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത തേർഡ് അമ്പയറിന് കൊടുക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു അമ്പയർ? നേരെ ആ തേർഡ് അമ്പയർക്ക് കൊടുത്താൽ പോരെ, പ്രശ്നം സോൾവ് ആയില്ലേ? എല്ലാം ആ ഒരു തേർഡ് അമ്പയർ. അതേമാതിരി ഫുട്ബോളിൽ എന്തിനാണ് ഈ റെഫറി ആ ബോളിൻ്റെ പിന്നാലെ കുറേ ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ വിഷനും എത്ര ക്യാമറാസ് ഉണ്ട്, അതേമാതിരി AI ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്താൽ പോരെ. പ്ലെയേഴ്സിന് അടി ഉണ്ടാക്കാനായിട്ടൊരു റെഫറി വേണോ? ഇപ്പോൾ BCCIൻ്റെ വരുമാനം തന്നെ ഒരു 10,000 കോടിയാണ്. എന്നിട്ട് അവർക്ക് വളരെ സിമ്പിളായിട്ട് റീപ്ലേസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ അമ്പയർ. ഏത് പൊട്ടനും മനസ്സിലാവും 6 ആയാൽ 6 ആണ് എന്നുള്ളത്. അപ്പോൾ അത് എന്നിട്ട് റീപ്ലേസ് ചെയ്തില്ലല്ലോ. നമ്മുടെ ജോബിനൊന്നും ബാധിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബാധിക്കപ്പെടാം. IT സെക്ടറിലൊക്കെ ഒരു ഡാറ്റ കാണിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ 10 പേര് വേണ്ട കൊടുത്ത്, ഇനി ചിലപ്പോൾ 7 പേര് മതിയാവും, 6 പേര് മതിയാവും, ചിലപ്പോൾ 5 പേര് വരെ മതിയാവും എന്നാണ് പറയണത്. റോബോട്ടിക്സും AI ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കമ്പനി ഒരു കാർ ഉണ്ടാക്കി. അത് വാങ്ങാൻ ആൾ വേണ്ടേ? AI വാങ്ങാൻ പറ്റില്ലല്ലോ, AIക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. സോ അവിടെ ജനങ്ങൾ വേണം, ജനങ്ങളുടെ കയ്യിൽ പൈസ വേണം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സിസ്റ്റം ആയിക്കോട്ടെ, ഒരു കമ്പനി ആയിക്കോട്ടെ, എല്ലാം ജനങ്ങളുടെ പ്രിഫറൻസാണ്. ജനങ്ങൾക്ക് അതിനുള്ള വരുമാനവും സമ്പത്തും അവർക്ക് ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ കമ്പനികൾ സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ AI ഉൽപ്പന്നങ്ങൾ AI അല്ലല്ലോ വാങ്ങണേ. 15% ആൾക്കാർ ജോലി പോവുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ക്രൈസിസാണ്, വലിയൊരു പ്രോബ്ലമാണ് അത്. ഒരു 10-15% അല്ലെങ്കിൽ ഒരു 20% ആൾക്കാരൊക്കെ, ഒരു 20% ആൾക്കാർ ജോലി പോവുക എന്ന് പറയുമ്പോൾ തന്നെ ക്രൈസിസാണ്. സോ അങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ അൺസർട്ടനിറ്റി ഉണ്ടാക്കുക. AI കൊണ്ട് അങ്ങനെ ഒരു അൺസർട്ടനിറ്റി വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജോബ് ക്രിയേഷനാവും വരിക. ജനങ്ങളാണ് എന്തായാലും സുപ്രീം പവർ. എന്നാലുള്ളൂ അവിടെ ഒരു കമ്പനി സർവൈവ് ചെയ്യുള്ളൂ, ഒരു ഗവൺമെൻറ് സർവൈവ് ചെയ്യുള്ളൂ, ഒരു 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 രാജ്യം തന്നെ സർവൈവ് ചെയ്യുന്ന ജനങ്ങൾ കാരണം. AI നമുക്ക് യൂസ് ചെയ്യാം ഒന്നും കൂടി നല്ല എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണ് പറ്റുക AI വെച്ചിട്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അനാലിസിസ് ഇതിങ്ങനെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ സ്വയം അനാലിസിസ് ചെയ്ത് നോക്കുക.